വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയിൽ സഖ്യകക്ഷികൾ കുറഞ്ഞു വരുന്നു എന്നതാണ് BJP ഒരു പരിഹാസം പോലെ എടുത്തു പറയുന്നത്. അതായത് ലോക്സഭയിലും രാജ്യസഭയിലും ഇന്ത്യ മുന്നണിയുടെ അംഗബലം കുറഞ്ഞിരിക്കുന്നു. BJP നയിക്കുന്ന NDAയ്ക്കാണെങ്കിൽ സമാനതകളില്ലാത്ത വർധനവ് കഴിഞ്ഞ ഏതാനും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്നിരിക്കുന്നു. പക്ഷേ യാഥാർത്ഥ്യം എന്തെന്നാൽ കോൺഗ്രസുമായി ലയനത്തിൽ ആലോചിക്കുന്ന പാർട്ടികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അതിൽ ഒന്നാമത് നിൽക്കുന്നത് തൃണമൂൽ കോൺഗ്രസ്സാണ്. ആം ആദ്മി പാർട്ടിയുടെ വിമത ഘടകം, ബിജു ജനതാദളിലെ വിമത ഘടകം, അതുപോലെ YSR കോൺഗ്രസ് എന്നിവർ മൊത്തത്തിൽ ചേരാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവരാണ്. ഇത്തരത്തിൽ പോകുന്നു പാർട്ടികളുടെ എണ്ണം. മഹാരാഷ്ട്രയിലെ NCPയും കൃത്യമായി കോൺഗ്രസിലേക്ക് ലയിക്കുമെന്ന് അവർ വാക്കാൽ പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം BJP നേതൃത്വത്തിന് ക്ഷീണമുണ്ടാക്കുന്ന വാർത്തകൾ തന്നെയാണ്. അതിനെ മറച്ചുവയ്ക്കാൻ അത് ഒരു രീതിയിലും തങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി തൽക്കാലം ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് രാജ്യസഭയിലും ലോക്സഭയിലും NDA അംഗങ്ങളുടെ ഗണ്യമായ വർധന ഉണ്ടായിരിക്കുന്നത് എന്ന് തട്ടിവിടുന്നത്. പലരെയും BJP പുകച്ചു പുറത്തു ചാടിച്ചിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും ജോർജ് കുര്യൻ എന്ന സഹമന്ത്രി രാജിവെച്ചിരിക്കുന്നു. BJPയിൽ നിന്നും ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ചില മന്ത്രിമാരെ തന്ത്രപൂർവ്വം ഒഴിവാക്കിക്കൊണ്ട് തൃണമൂൽ കോൺഗ്രസിൽ നിന്നും വിമത നീക്കം നടത്തിയെത്തുന്നവർക്ക് മന്ത്രിസ്ഥാനം ഓഫർ ചെയ്ത് അവരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കവും നടക്കുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ എല്ലായിടത്തും കുളം കലക്കി മീൻ പിടിക്കാൻ ഇവർ വിരുദ്ധരാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. പക്ഷേ യാഥാർത്ഥ്യം എന്തെന്നാൽ എല്ലാ കുളത്തിൽ നിന്നും മീൻ കിട്ടില്ല എന്നുള്ളതാണ്. അമിത്ഷായുടെ വക്രബുദ്ധി ചിലയിടത്തൊക്കെ ചീറ്റിപ്പോകുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. DK ശിവകുമാറിനെ പോലെ ഒരാൾ നേർക്കുനേരെ നിന്നാൽ അമിത്ഷായുടെ ഈ കുശാഗ്ര ബുദ്ധിയും ഈ ഇലക്ഷൻ എഞ്ചിനീയറിംഗും ഒക്കെ സാവധാനത്തിൽ കെട്ടടങ്ങും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. കൃത്യമായി നോക്കിയാൽ NDAയുടെ ഭൂരിപക്ഷം ലോക്സഭയിൽ വർദ്ധിച്ചു. അത് 352 ആയാൽ 3/2 ഭൂരിപക്ഷത്തോടെ ഫലഭേദഗതികളും വിവാദ ബില്ലുകളും നടപ്പിലാക്കി അതെല്ലാം നിയമമാക്കി കൊണ്ടുവന്ന് രാജ്യത്തിൻ്റെ നിലവിലുള്ള ഭരണഘടനാ സംവിധാനത്തെ, മതേതര സ്വഭാവത്തെ പരിപൂർണമായി ഇല്ലാതാക്കണം. എന്നിട്ട് ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ദീർഘവീക്ഷണമാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJPയുടെ അജണ്ട തന്നെയായിരുന്നു പാർലമെന്റിൽ ഭേദഗതി വരുത്താൻ വേണ്ടിയുള്ള ഭൂരിപക്ഷം തരണമേ എന്നുള്ളത്. ജനങ്ങൾ അത് മനസ്സിലാക്കി തന്നെയാണ് കൊടുക്കാതിരുന്നത്.